Hi, Namaste, welcome back viewers. Welcome back to my channel WinTrader. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അതിൻ്റെ ഓപ്ഷൻസിലും എങ്ങനെ സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 28 നവംബറിലെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ രാവിലെ ഒരു ബൈ ട്രെൻഡ് മാർക്കറ്റ് തിരിച്ച് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. അതായത് ബൈ ട്രെൻഡ് തന്ന് കൺഫേം ആയി നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു റിവേഴ്സ് പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു എൻട്രി എടുക്കുന്ന ആൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ പോകാൻ നമുക്ക് ആക്ച്വലി ആ ഒരു എൻട്രി അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണോ അതോ തിരിച്ച് ഇനിയും ബൈ ട്രെൻഡിലേക്ക് പോകാമോ, ഞാൻ ഹോൾഡ് ചെയ്തതിനാൽ എനിക്ക് ഇനിയും അത് ആ പ്രോഫിറ്റിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ നിന്ന് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ രാവിലെ ബൈ വന്ന് തിരിച്ചിറങ്ങി മാർക്കറ്റ് ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ഇവിടുന്ന് ബ്രേക്കൗട്ട് പോയി നേരെ കയറി. ലാസ്റ്റ് ആ ബ്രേക്കൗട്ട് നല്ലൊരു ഹ്യൂജ് അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി മാർക്കറ്റ് ലൈവിലിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് തിരിച്ച് പോകുമോ അതോ നമുക്ക് അവിടെ നിന്നൊരു ചാൻസ് ഉണ്ടോ ഹോൾഡ് ചെയ്യാനുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അതിന് കറക്റ്റായിട്ടൊരു പ്ലസ് പോയിന്റ് നമ്മൾ ആക്ച്വലി അത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്യുക എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. സെയിം അതേപോലെ തന്നെ ഒരു റിവേഴ്സൽ പോയിന്റ് നമുക്ക് ആക്ച്വലി സിഗ്നൽസ് വന്ന് കൺഫേം ആയി എടുത്തു കഴിഞ്ഞാലും എക്സിറ്റ് ചെയ്യാനായിട്ട് അതായത് റിവേഴ്സ് പോകാൻ ചാൻസ് ഉള്ള പോർഷൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ സൈഡ് വേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഈ സ്ട്രാറ്റജി. നിങ്ങൾക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ടോട്ടൽ 8 സ്ട്രാറ്റജിയെക്കുറിച്ച്, അതായത് ടോട്ടൽ 8.3 ഇതിൻ്റെ സ്ട്രാറ്റജിയാണ് ഞാൻ ഈ കാണിക്കുന്നത് ലേറ്റസ്റ്റ് വേർഷൻ. ഇതിനു മുമ്പ് ടോട്ടൽ 8 സ്ട്രാറ്റജി ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യണം ഏത് പോയിന്റ് ചെയ്യണം എന്നൊക്കെ ഒരു ലൈവ് ഡെമോയിലൂടെ നിങ്ങൾ കാണിച്ച് പറഞ്ഞു തരും. അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ അതിൻ്റെ ഓപ്ഷൻസിൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ രാവിലെ ഒരു ബൈസിക്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രി പോയിന്റ് 920 വന്നു. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് ഒരു സിഗ്നൽസ് നമ്മുടെ സോഫ്റ്റ്വെയർ തരികയാണെങ്കിൽ സൗണ്ട് എഫക്റ്റ്, അതായത് ഇതേപോലെ ബെൽ സൗണ്ട് എഫക്റ്റോടുകൂടി നമുക്ക് ഡീറ്റെയിൽസ് തരും. അതായത് ഈ സൗണ്ട് എഫക്റ്റോട് ഈ അലേർട്ട് മെസ്സേജിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ലേറ്റസ്റ്റ് സിഗ്നൽ, ഇപ്പോൾ നിഫ്റ്റിയിൽ ലേറ്റസ്റ്റ് സിഗ്നൽ വന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ മെയിലിൽ കൊടുത്തിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 3 ടാർഗറ്റും നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പിന്നെ റീഎൻട്രി തരും. 3 ടാർഗറ്റ് അല്ല, നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റ്വെയർ എഗെയിൻ ഒരു ബൈ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് റീഎൻട്രി പോർഷൻ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളർ നോക്കുക, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ ബൈസ് ഉണ്ട്, 3 നോക്കിയിട്ട് അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കുക. ലോങ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്ന പോർഷൻസിൽ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മാർക്കറ്റ് ഇറങ്ങി, ഇപ്പോൾ ഇവിടെ ക്യാൻഡിൽ റെഡും കാണിച്ചു, പക്ഷേ താഴെ ഇവിടെ ഗ്രീൻ ആയ സ്ഥിതിക്ക് നമുക്ക് അവിടെ നിന്നൊരു ബൈ ചാൻസ് ഇനിയും ഉണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവിടെ കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ അവിടെ ഒരു സെൽ പോർഷൻ ഇല്ല. സെൽ പോർഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ പോർഷനിൽ അവിടെ നമുക്ക് സെല്ല് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലൊരു സെൽ ചാൻസ് ഇല്ല. ഇത് മാർക്കറ്റ് കുറച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെയും തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയിരിക്കുന്നിടത്തോളം അവിടെ ഒരു ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പോർഷൻ ഹോൾഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കയറുമ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ കയറുമ്പോൾ എൻട്രി എടുത്താൽ മതി. ഇപ്പം രാവിലത്തെ ട്രേഡിൽ ഇവിടെ ഒരു ചെറിയൊരു ബൈ ട്രെൻഡ് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് മാർക്കറ്റ് ചെറുതായിട്ട് ഡൗൺ ഇറങ്ങാൻ തുടങ്ങി, റെഡിലേക്ക് വന്നു. ഓൾമോസ്റ്റ് നമുക്ക് താഴെ റെഡ് വന്നു, ഇവിടെ സെൽ സോൺ വന്നതിന് ശേഷവും സോഫ്റ്റ്വെയർ ഇവിടെ സെല്ലിൻ്റെ സിഗ്നൽ ഫ്രോം ആയിട്ടില്ല, അത് പിന്നെ തിരിച്ചു കയറി. അപ്പോൾ അവിടെ ഒരു സെൽ പൊസിഷൻ ഇല്ല, അവിടെ നമുക്ക് എടുക്കാനുള്ളൊരു ചാൻസ് സോഫ്റ്റ്വെയർ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരു എൻട്രി പോയിന്റ് ആണ്. ഇത് ആക്ച്വലി റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. നേരെ കയറി കഴിഞ്ഞാൽ അപ് ട്രെൻഡ് ആണ്. ലാസ്റ്റത്തെ ആ ട്രേഡിൽ നമുക്കൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 19,836 ആണ് ബ്രേക്കൗട്ട് പോയത്. അപ്പോൾ നമ്മൾ 800 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 700 600 നമുക്ക് ഓൾ ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിവിടെ ഡയറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ നിഫ്റ്റിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് നിഫ്റ്റി വീക്കിലി കോൾ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക 19,700 അല്ലെങ്കിൽ 600 ഏതാണ് ഡീറ്റെയിൽസ് ആണോ അവിടെ ആഡ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ 5 മിനിറ്റ്, ടെംപ്ലേറ്റ് നിന്ന് 8.1 ഓപ്ഷൻസ്, ഇതാണ് നമ്മൾ എടുക്കേണ്ട ചാർട്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ബൈ തന്നെ കണ്ടിന്യൂഷൻ പോയതാണ്. മാർക്കറ്റ് ഒരു സെൽ പൊസിഷനിലേക്ക് തിരിഞ്ഞ് കയറിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റത്തെ ആ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഏറ്റവും അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അവിടെ നിന്ന് സോഫ്റ്റ്വെയർ റീഎൻട്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്നാണ് നമ്മൾ പൊസിഷൻ എടുത്തിരിക്കുന്നത്. 193 നേരെ കയറി 258 വരെ, അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് കയറാൻ തുടങ്ങി. 235 പിന്നെ 61. ഇവിടെ ഈ ലാസ്റ്റത്തെ ബ്രേക്ക് ഔട്ടിലും നമുക്ക് 20-30 പോയിൻറ്റ്സോളം നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ലൊരു ഹ്യൂജ് ട്രെൻഡ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട്. പക്ഷേ രാവിലെ നമുക്ക് ആക്ച്വലി മോർണിംഗിൽ നല്ലൊരു ട്രെൻഡ്
ട്രെൻഡ് ഇല്ലായിരുന്നു. കാരണം നമുക്ക് ആക്ച്വലി മാർക്കറ്റിന് വോളിയം ഇല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉച്ച കഴിഞ്ഞ ശേഷമാണ് നല്ല ബ്രേക്കൗട്ട് പോയത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ വൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും രാവിലെ വോളിയം ഇല്ലെങ്കിലും നമുക്ക് മാർക്കറ്റിന് ബൈ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന കണ്ടിന്യൂഷൻ ആയിട്ട് പോയതാണ്. അവിടെ നിന്നൊരു ബൈ ടെൻഡ് കയറി. അപ്പോൾ കുറച്ചൊരു ഉച്ചയോടുകൂടിയാണ് നമുക്ക് മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ അപ് ട്രെൻഡ് പോയത്. പക്ഷേ അത് കഴിഞ്ഞ് ഇനി സെല്ല് വന്നിരുന്നു. സെല്ല് കൺഫേം ആയ പോർഷൻസിൽ കൺഫേം ആയിട്ട് നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോയി. ഇപ്പോൾ കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ട് ജസ്റ്റ് കൺഫർമേഷൻ വന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിനെ അവിടുന്ന് സപ്പോർട്ട് അവിടുന്ന് എടുത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്ന് താഴോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് റിവേഴ്സ് പോയി. ഇപ്പോൾ റിവേഴ്സ് പോയ പോയിന്റ് നമ്മൾ കണക്കാക്കുന്ന ആ കളർ ചേഞ്ചിലൂടെയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഈ റെഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഫോമായ ഹോളോ ക്യാൻഡിൽസ് അതിൻ്റെ സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ ആണ്. അവിടുന്ന് റിവേഴ്സലിന് ചാൻസ് ഉള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് വിടാം. പക്ഷേ ഇവിടെ ഒരു ബൈ പോർഷൻ തന്നിരിക്കുന്ന നമുക്ക് എടുക്കാറായിട്ടില്ലായിരുന്നു. ആ ബൈ പോർഷൻ നമ്മളെടുത്ത് ഈ റെസിസ്റ്റ് ചെയ്ത ലെവൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന പോർഷൻസിലാണ്. അവിടെ നേരെ കയറും മാർക്കറ്റ്. അഥവാ തിരിച്ചിറങ്ങാൻ ചാൻസ് ഉള്ള പൊസിഷൻസ് ആണ് സോഫ്റ്റ് അവിടെ കളർ ചേഞ്ച് കാണിച്ചു തരും. ആ കളർ ചേഞ്ചിൽ എക്സിറ്റ് അടിച്ചു വിടുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ 43,500 അല്ലെ 600 അല്ലെ 700 ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. നമുക്ക് 700 ഡയറക്റ്റായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വർക്കൗട്ട് ആവുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് 43,700 ആണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ബൈഡൻ കണ്ടിന്യൂഷൻ ആയിട്ട് പോയതാണ്. രാവിലെ ഇവിടുന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് നേരെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ ബ്രേക്കൗട്ടിലും നമുക്ക് നല്ലൊരു 279 നമുക്ക് ബ്രേക്കൗട്ട് പോയത് നേരെ നമുക്ക് 414 വരെ പോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഹ്യൂജ് ബ്രേക്കൗട്ട് നമുക്ക് ആ ലാസ്റ്റ് ക്ലോസിങ്, അതായത് ഒരു 12 മണിക്ക് ശേഷം അത് നല്ലൊരു ഹ്യൂജ് റെസിസ്റ്റൻസ് ആണ് ബ്രേക്കൗട്ട് ചെയ്ത് നേരെ പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ബൈ കൺഫേം ആയപ്പോൾ ബ്രേക്കൗട്ട് പോകാൻ തുടങ്ങുന്നു. മാർക്കറ്റ് ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് സോഫ്റ്റ് വർക്കൗട്ട് ആവുന്നതെന്നുള്ള. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പറിലേക്ക്. ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ, അതേപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടെസ്റ്റിമോണിയൽ സ്ക്രീൻഷോട്ടിൻ്റെ അതേ ലിങ്ക്, അതേപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, ഇതെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.